സ്റ്റാർട്ട് ചെയ്തോളൂ സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു സൂചന എല്ലാവർക്കും ഉണ്ടെന്നായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മീറ്റിംഗ് പറഞ്ഞു തരാനൊക്കെ വേണ്ടിയിട്ടും പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. ആദ്യമായിട്ടാണ്. അതിൻ്റെ ചില പാകപ്പാടുണ്ടാവും. അത് കൊടുത്തിട്ട് നമ്മൾ സഹകരിക്കാം. പല ആൾക്കാർക്കും പിന്നെ അറിയാം, കുറെ ആൾക്കാർക്കും പിന്നെ അറിയില്ല. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മിനിറ്റ് 2 സെക്കൻഡ് ദൈവത്തിനോട് നന്ദി പറഞ്ഞു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സജീവ് സാറെ ഒന്ന് ക്ഷണിക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതിന് മുമ്പ് ക്രിസ്ത്യൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്നുണ്ട്. എൻ്റെ പേര് സുബിൻ എന്നാണ്. പൊന്നാനിയാണ് സ്വദേശം. ഞാൻ ഈ ടെസ് എന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാനുണ്ടായ കാരണം വളരെ യാദൃശ്യമാണ്. ലൈഫിലേക്ക് ടെസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനം ബന്ധപ്പെട്ടത് ഒരു വൈഫിന്റെ ഒരു തിരുവാതിരക്കളി കാരണമാണ് ഞാൻ ഈ ടെസ് എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അതായത് ഞാനിത് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവുന്ന സമയത്താണ് ഈ പ്രൊജക്റ്റ് ഓരോരുത്തരുടെ കയ്യിൽ എത്തുള്ളൂ. ഇത് ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും അതാണ് അതിൻ്റെ സത്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അതായത് പറഞ്ഞു വരുമ്പോൾ ഏതായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ദാസാറാണ്. ദാസാറിന്റെ കാര്യം പറയുന്നത്. ദാസാറാണ് എന്നെ ഇതിലേക്ക് കൊടുക്കുന്നത്. ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു സംഭവം ഉള്ളതാണ്. ഇങ്ങനെ പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. പറയും ദാസാറോട് എനിക്ക് പറയാനുള്ളത് നന്ദിയാണ്. എല്ലാവരും നന്ദിയുള്ളവരായിരിക്കുക. ദാസാർ ആദ്യം എന്നോട് പറഞ്ഞു ഈ ഒരു സാധനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനത് ഫസ്റ്റ് ടൈമിൽ അത് ഏറ്റെടുത്തിട്ടില്ല. അവരുടെ ഒപ്പം ഡാൻസിന് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുവരലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ വീണ്ടും ദാസേട്ട എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ സാധ്യതകൾ നോക്കി ചെറിയ തോതിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു $100 വെച്ചിട്ട് ഞാൻ തുടങ്ങി നോക്കിയപ്പോൾ എനിക്കത് വളരെ വലിയൊരു സംഭവമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വരും എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒന്നുകൂടി വലുതായി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഇറങ്ങിയത്. ഇപ്പൊ ഞാൻ നന്നായി ചെയ്യുന്നു. ഏറ്റവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ പഴയ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും അറിയാം നല്ലൊരു പ്രസ്ഥാനമാണുള്ളത്. പുതിയ വന്നിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ മടിച്ചു നിൽക്കുക, അതിലേക്ക് കയറി വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോയി. സജീവ് സാറെ ഞാൻ ഈ ഇതിലേക്ക് അഥവാ ക്ഷണിക്കുകയാണ്. എന്തെങ്കിലും എൻ്റെ പെട്ട് പാകപ്പഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ലീഡർ എന്ന നിലയ്ക്ക് എന്നോട് ഓർക്കുന്നു. സജീവ് സാർ, വെൽക്കം ഓൺ സ്റ്റേജ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കാനല്ലേ? അതെ, ക്ലിയർ ആണ്. എന്താ പറയാന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ 6:00 ഇത്രയും നേരത്തെ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് ചേർന്നിട്ടില്ല. അപ്പൊ എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. കുറെ ആൾക്കാരൊക്കെ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഈ പ്രൊജക്റ്റിലേക്ക് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 1 വർഷമാകാൻ പോവാണ്. ഏപ്രിൽ 10-ാം തീയതിയൊക്കെയാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അത് എല്ലാവരും ജോയിൻ ചെയ്ത മാതിരി തന്നെ നമ്മളൊരു പ്രൊജക്റ്റ് പറയുമ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ നമ്മളെ ടോപ്പ് 8 എന്നെ ആദ്യമേ എനിക്കറിയാം. നമ്മളെ കുറെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കുറെ നമുക്ക് അവരെ അറിയാൻ പറ്റും. അപ്പൊ അവരൊരു പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ എനിക്കറിയാമായിരുന്നു അത് ഇനി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് അത്രയും അത് പ്യൂരിറ്റി ആയിട്ട് അവർ കൊണ്ടുവരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ ആ ടൈമിൽ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ജോയിൻ ചെയ്ത് ഞാൻ തുടക്കത്തിലൊന്നും ആരോടും പറഞ്ഞിരുന്നില്ല. എന്താ വെച്ചാൽ ഇതിന്റെ എല്ലാം ഒന്ന് റൂട്ട് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്ന കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ നമ്മൾ അറിയാവുന്നവരോട് എല്ലാവരോടും നമ്മൾ പ്ലാനും നമ്മുടെ പ്രൊജക്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ചിലവരൊക്കെ പെട്ടെന്ന് വന്നുകൂടായില്ല, ചിലവർ കുറെ ലേറ്റ് ആവും. പക്ഷെ നമ്മൾ പറയാൻ വൈകി കഴിഞ്ഞാൽ മറ്റുള്ളവർ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസരം മറ്റുള്ളവരുടെ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ പേര് സജീവ്. വീട് പൊന്നാനി നീതിലൂർ എന്ന സ്ഥലത്താണ്. എനിക്ക് 2 കുട്ടികളാണ്, മോനും ഒരു മോളും ആണുള്ളത്. വൈഫ് ഹൗസ് വൈഫാണ്. പിന്നെ ഞങ്ങൾ ഷോപ്പ് നടത്തുന്നത്, ആർസിൻ്റെ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അവളെ അതിൽ ആണുള്ളത്. മോനെ ഇപ്പോൾ സൗദിയിലാണുള്ളത്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മോള് 10-ാം ക്ലാസ്സിലാണ്.
അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഫാമിലി. പിന്നെ എൻ്റെ കൂടെയാണ് എൻ്റെ അമ്മയുള്ളത്. പിന്നെ എനിക്ക് ഒരു ജ്യേഷ്ഠനും 2 അനിയന്മാരാണ്. എല്ലാവരും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ എനിക്ക് ഗോൾഡ് വർക്കാണ്. കൊടുവള്ളിയിൽ 31 വർഷമായി. ഞാൻ കോഴിക്കോട് കൊടുവള്ളിയിൽ 33 വർഷമായിട്ട് ഞാൻ കൊടുവള്ളിയിലാണ്. പക്ഷെ എൻ്റെ ഒരു ദൈവാനുഗ്രഹം തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ വർഷം ഞാനിത് ഏറ്റെടുത്ത് എനിക്ക് നല്ല ഇൻകം ഉള്ള ഒരു വർക്ക് തന്നെയായിട്ട് സ്വർണ്ണപ്പണി എന്ന് പറഞ്ഞാൽ. എല്ലാവരും പറയും പണി മോശമാണ് എന്നൊക്കെ പറയും. പക്ഷെ ഈ സ്വർണത്തിന്റെ വില കൂടുന്നതോട് കൂടിയിട്ട് നമ്മളെ പണി 4-1 കുറയുകയാണ് ചെയ്യുന്നത്. ആ കുറയുന്ന അവസരത്തിലാണ് നമ്മൾ ഈ ടെസ് എന്ന ഇത് നമ്മളിൽ കയറി വരാൻ തുടങ്ങി. ഇപ്പൊ എനിക്കെന്താ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാല് ഈ ഗോൾഡ് വർക്കിൽ കുറഞ്ഞ ഇൻകത്തിനേക്കാൾ ഡബിൾ എനിക്കിപ്പോൾ ടെസ്റ്റിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അപ്പൊ നമ്മള് ഈ ഒരു കൊല്ലത്തെ വർക്കിന്റെ റിസൾട്ടാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തുടക്കത്തില് പറഞ്ഞുകൊണ്ടിരിക്കുക, ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. 1 അല്ലെങ്കിൽ 2 മാസം അല്ലെ 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ അതിന്റെ റിസൾട്ട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോ ഡെയിലി നിങ്ങളുടെ കോട്ടീമിലൊക്കെ നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. നമുക്ക് ഡെയിലി ക്ലോസിംഗ് ആണ്. ഡെയിലി ക്ലോസിംഗ്. ഇന്നലെ എത്ര 4000 വന്നു, പിന്നെ 6000 വന്നു. ഇനിയും ഞാൻ എൻ്റെ കൊടുവള്ളിയിൽ ഈ പ്രൊജക്ട് പറഞ്ഞിട്ട് ഒരു 3-4 മാസമായിട്ട് പ്രൊജക്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ എന്നെ നോക്കി കാണുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇനി വലിയൊരു ടീം തന്നെ ഇവിടുന്ന് കയറാനുണ്ട്. അപ്പൊ നമ്മള് ആരോടാണെങ്കിലും നമ്മൾ പിന്നെ എന്താ പറയാ, തുടക്കത്തിലേ പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും റിസൾട്ട് വന്നോളണമെന്നില്ല. പക്ഷെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 മാസം നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇദ്ദേഹം പറഞ്ഞ കാര്യം റെഡിയാണോ, ഇത് മുന്നോട്ട് പോകുന്നുണ്ടോ. അത് നമ്മളോട് ചോദിച്ചില്ലെങ്കിലും നമ്മളെ പരിചയമുള്ളവരോട് ചോദിക്കും. സജീവ് ഇങ്ങനെ ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എങ്ങനെ പോകുന്നുണ്ട്, അത് കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പൊ അത് നമ്മളെ കാണുന്നവരോട് എല്ലാവരോടും നമുക്ക് വേണ്ടപ്പെട്ടവരോടും ഇത് പറയണം എന്നുള്ളത് നിർബന്ധമാണ്. ആരും മടിച്ചു നിൽക്കരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവരെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. അവർക്കും നമ്മളിലൂടെ വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എനിക്ക് വേറൊരു സന്തോഷമുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ താഴെ വന്ന ഒരു ടീം ഇന്ന് പ്ലാറ്റിനം അച്ചീവറാണ്. ഇന്നലെ രാത്രി പ്ലാറ്റിനം അച്ചീവറിലേക്ക് വന്നത്. അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ പേൾ അച്ചീവർ 5 പേരെ നമുക്ക് പേളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സിൽവറും ഉണ്ട്, 6-7 സിൽവർ റാങ്ക് അച്ചീവേഴ്സ് ഉണ്ട്. റൂബി ഒരു 5-8 റൂബി വന്നു. അപ്പൊ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നമ്മളെ താഴേക്ക് വരുമ്പോൾ അവരെല്ലാവരും സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു സന്തോഷം അവരെല്ലാം മുഖത്തും കാണാൻ പറ്റും. നമ്മൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ ഒരു വലിയൊരു സന്തോഷമാണ്. കാരണം എന്താ, നമുക്ക് ഈ ഒരു കൊല്ലം കൊണ്ട് ഒരു 10-25 പേരെ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം, മാനസികമായിട്ട് അവരെ സാമ്പത്തികമായിട്ട് സന്തോഷം വരുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പൊ ഇതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്നവരോട് എല്ലാവരോടും നമ്മൾ ഈ പ്രൊജക്റ്റിനെ പറ്റി പറയാം. പിന്നെ നമ്മുടെ ടീമിലുള്ളവരെ നിർബന്ധമായിട്ടും ഒരാഴ്ചയിൽ 1-2 തീരെ ഇങ്ങോട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് പിന്നെന്താ നമ്മൾ അവരെ കാര്യങ്ങൾ അന്വേഷിക്കണം. പിന്നെ എന്താണ് കാര്യങ്ങൾ, നിങ്ങളെ വർക്ക് എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ അപ്പ്. ഈ നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും വലിയ വിജയത്തിന് വേണ്ടത് ഫോളോ അപ്പ് ആണ്. ഞാൻ ലീഡറാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമെന്ന് വിചാരിച്ച് ആരും നിൽക്കരുത്. നമ്മളെ താഴെ ഉള്ളവരാണ് നമ്മളെ അസറ്റ്. നമ്മളെ ലീഡർ എന്ന് പറയുമ്പോൾ നമ്മളെ താഴെ ഉള്ളവർ തന്നെയാണ് നമ്മളെ അസറ്റ്. അവരുണ്ടെങ്കിലേ നമ്മൾ ലീഡറുള്ളൂ. അപ്പൊ അത് എല്ലാവരും കറക്റ്റായിട്ട് കീപ്പ് ചെയ്യും. ഞാൻ അതാണ് കീപ്പ് ചെയ്യുന്നത്. കാരണം എൻ്റെ കൂടെ വന്നവരാരും എന്ത് പ്രശ്നങ്ങൾ പറഞ്ഞാലും ഞാൻ അതിൽ ഇടപെട്ട് അവർക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇനിയിപ്പോൾ അതിൽ എന്നെ കൊണ്ട് നിൽക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലീഡർമാരോട് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ട് അവരെല്ലാ കാര്യങ്ങളും നമ്മൾ 100% തന്നെ ഞാൻ അവർക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, എൻ്റെ ടീം നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കട്ടക്ക് നമ്മളെ കൂടെ നിൽക്കുന്നവരാണ്. ഇപ്പൊ ഇന്നലെ കൊടുവള്ളിയിൽ പുതിയ ഒരു 5000 ചെയ്ത ആള് 1000 കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അവരൊക്കെ കൂടുതൽ ചെയ്യണം. എന്താ, നമ്മളെ സപ്പോർട്ടാണ്. പിന്നെ എന്ത് സംശയങ്ങൾ ചോദിച്ചാലും അത് പറയാനുള്ള ഒരു ഇത് നമുക്ക് വേണം. അതായത് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളെ പ്രൊജക്ട് എന്താണ്, നമ്മളെ പ്രൊജക്ട് എങ്ങോട്ടാണ് യാത്ര ചെയ്യണത്, എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻ, ഇത് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളെ താഴെ ഉള്ളവരോട് ചോദിക്കുകയാണ്, ഇത് ഇനിയിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളെ പുതിയ ക്രിക്കറ്റ് ടീം ഇതുവരെ എത്തി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളോട് സംശയം ചോദിക്കുമ്പോൾ അതിന് മറുപടി നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മളെ ലീഡറാണ് നമ്മളെ കൂടെ ഒരു വിശ്വാസമുള്ള, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ എല്ലാം അറിയാൻ പറ്റും എന്നുള്ളൊരു കറക്റ്റായിട്ട് പറയാൻ പറ്റുക. ഇതിന്റെ ഒരു പോസിറ്റീവാണ്. എനിക്ക് 15 പേരെ എനിക്ക് മലേഷ്യക്ക് കൊണ്ടുപോകാൻ പറ്റി. അതന്നെ ഒരു വലിയ വിജയമാണ്. ഞാനൊരു 5 പേരെയാണ് പറഞ്ഞിരുന്നു. ടീം ടോപ്പ് 8 പറഞ്ഞു 5 പേര് 6 പേര് എന്നാ. പക്ഷെ അത് 15 പേരിലേക്ക് മാറ്റാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം.
അത് എൻ്റെ ടീമിന്റെ നമ്മളെ കൂടെ വരുന്നവരെ എന്താ പറയാ അവരെ സപ്പോർട്ട് തന്നെയാണ് മെയിനായിട്ട്. നമ്മളെ കൂടെ താഴെ വന്നിട്ട് നമ്മളെ അസോസിയേറ്റ് ചെയ്യുന്നവർ തന്നെയാണ്. ഇപ്പൊ പുതിയ ഗോവ ട്രിപ്പ് വന്നിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇപ്പൊ നിലവിൽ 3 പേര് നമ്മളെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതും ഒരു 15 പേരിലേക്ക് നമ്മൾ കൊണ്ടുവരും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ കൂടുതൽ കൊണ്ടുവരാനാണ് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ മൈക്രോ മീറ്റിംഗ്. ഈ മൈക്രോ മീറ്റിംഗ് നമ്മൾ എല്ലാവരും, എല്ലാ ലീഡേഴ്സും മൈക്രോ മീറ്റിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം മൈക്രോ മീറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത്. ഞാൻ കൊടുവള്ളിയിൽ ഒരു മൈക്രോ മീറ്റിംഗ് ചെയ്തതിന്റെ ഫലമാണ് പിറ്റേ ദിവസം തന്നെ 2 മലേഷ്യ നമുക്ക് അടിക്കാൻ പറ്റിയെന്നുള്ളത്. ഒരു അത്രയും എന്താ പവർ ഉണ്ട് നമ്മളെ മൈക്രോ മീറ്റിംഗ്. നമ്മൾ ലീഡർമാർ വരുമ്പോൾ നമ്മൾ നേരിട്ട് പറയുന്നതിനും കൂടുതൽ എഫക്റ്റീവ് ആവും നമ്മളെ ലീഡർമാർ വന്ന് പറയുമ്പോൾ, അതിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒരു മീറ്റിംഗിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ എല്ലാവരും മൈക്രോ മീറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പറ്റാവുന്നത് ഒരു മാസത്തിലെങ്കിലും ഒരു മൈക്രോ മീറ്റിംഗിലും നമ്മൾ എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ കൊടുവള്ളിയിൽ ഒരു ഇഫ്താറാണ് വെച്ചത്, പൊന്നാനി ഒരു ഇഫ്താർ വെച്ചത്. അത് ഭയങ്കര റിസൾട്ടാണ് ഈ 2 വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് ഏറ്റെടുക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ലീഡർ ക്വാളിറ്റി മെയിനായിട്ട് കീപ്പ് ചെയ്യുന്ന വേണം എല്ലാവരും. ആ ലീഡർ ക്വാളിറ്റി കീപ്പ് ചെയ്യുമ്പോഴേ നമ്മളെ അടിയിലുള്ള ആളുകൾ നമ്മളെ കൂടെ വരികയുള്ളൂ. ലീഡർ ക്വാളിറ്റി നിർബന്ധമാണ്. പിന്നെ നമ്മളെ ഈ കോയമ്പത്തൂർ മീറ്റിങ്ങിനാണ് ഞാൻ വരുന്നത്. കൊടുവള്ളിയിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് വന്നത്. ആ കോയമ്പത്തൂർ അതായത് വലിയ വലിയ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കേണ്ട ഒരു ആവശ്യകത പറയുന്നത്. കോയമ്പത്തൂർ മീറ്റിങ്ങിന് എൻ്റെ കൊടുവള്ളിയിൽ നിന്ന് ഒരാളെ വന്നിട്ടുള്ളൂ. ആ ഒരാളിലൂടെയാണ് നമ്മൾ ഈ കൊടുവള്ളിയിൽ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് അവർക്ക് മനസ്സിലാവണം. നമ്മൾ പറയുന്നതല്ല, നമ്മളെ മൈക്രോ മീറ്റിംഗ് അല്ലാതെ ഇങ്ങനെയുള്ള വലിയ ഫിസിക്കൽ മീറ്റിംഗ് വരുമ്പോൾ നമ്മളെ കൂടെ ഉള്ളവരെ നിർബന്ധമായിട്ടും കൊണ്ടുപോയാൽ അതിന്റെ റിസൾട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ടെസ്റ്റ് കോയിൻ ഇപ്പോൾ ICO നടക്കാൻ പോവാണ്. ICO നടക്കുന്നതിന് മുന്നേ മിനിമം ഒരു 5 ലക്ഷം ടെസ്റ്റ് കോയിനെങ്കിലും ഓരോരുത്തരും കയ്യിൽ വെക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. അത് നമ്മൾ കുറേശ്ശെ വാങ്ങിയാലും മതി. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു $50 കിട്ടുന്ന ഇൻകത്തുന്ന ഒരു $50 നമ്മൾ ടെസ്റ്റ് കോയിൻ വാങ്ങി നമ്മൾ സെറ്റ് ചെയ്യണം. ഈ ടെസ്റ്റ് കോയിൻ ആണ് നമ്മുടെ ജീവിതത്തിൽ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറപ്പായ വിശ്വാസം. അപ്പൊ അത് ആരും മറക്കരുത്. മിനിമം 5 ലക്ഷം ടെസ്റ്റ് കോയിൻ നമ്മുടെ കയ്യിൽ എല്ലാവരിലും ഈ ICO കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്യാം. ICO എന്ന് പറഞ്ഞാൽ മിനിമം ചിലപ്പോൾ 3 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ 3 മാസത്തിനുള്ളിൽ നമ്മളെല്ലാവരും ടെസ്റ്റ് കോയിൻ വാങ്ങി വെക്കണം. ഈ ടെസ്റ്റ് കോയിൻ വാങ്ങിയവരൊക്കെ കോടീശ്വരന്മാരാകുന്നുള്ള ഗ്യാരണ്ടിയാണ് ഇത്. അപ്പൊ അത് മറക്കരുത്. കാരണം ഈ നമ്മളെ ആൾക്കാരെ ജോയിൻ ചെയ്യുന്നുണ്ട്, പുതിയ ആളുകളെ കൊണ്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതാണ് നമ്മളും നമ്മളെ താഴെ തട്ടിൽ വരുന്നവരോടും മെയിൻ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ അസറ്റ്. മറ്റേ നമ്മൾ ഡെയിലി കിട്ടുന്നു, അത് നമ്മൾ ചെലവാക്കുന്നു, അത് തീർന്നു പോകുന്നു. അതിലൊന്നും ബാലൻസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഡെയിലി വരുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പുതിയ ഐഡിയ അടിക്കാനൊക്കെ ഉപയോഗിക്കും. പക്ഷെ അതിൽ നിന്നൊരു വിഹിതം, ഒരു 10% അല്ലെങ്കിൽ 5% പ്രോഫിറ്റ് നമ്മൾ ടെസ്റ്റ് കോയിൻ ആയിട്ട് മാറ്റിയിടണം. ICOയിൽ വാങ്ങിയാലും മതി, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും വേറെ നമ്മളെ വാലറ്റിലൂടെ വാങ്ങിയാലും ടെസ്റ്റ് കോയിൻ എല്ലാവരും വാങ്ങിയിടണം. അത് എൻ്റെ ഒരു സജഷനാണ്. കാരണം അതാണ് നമ്മുടെ അസറ്റ്. അപ്പൊ അത് എല്ലാ ലീഡർമാരും താഴെ തട്ടിലോടും പറഞ്ഞു കൊടുക്കുക. കാരണം 2030, അതായത് ഇപ്പോൾ 2026, 4 വർഷം കഴിഞ്ഞാൽ മിനിമം $1 മീതെ വാല്യൂ വരും എന്ന് പറയുന്നത്. ഇപ്പൊ നിലവിൽ 10 പൈസയുള്ള ഒരു സാധനം 3-4 കൊല്ലം കഴിയുമ്പോൾ തന്നെ $100 എന്ന് പറയുമ്പോൾ എത്ര മടങ്ങാണ് അതിന്റെ വാല്യൂ ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് മറക്കാതെ എല്ലാവരും ചെയ്യുക. അതേമാതിരി തന്നെ നമ്മുടെ പുതിയ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ സീക്രട്ട് ഫേസ്, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മീറ്റിങ്ങിലൊക്കെ പറയുന്നതാണ്. സീക്രട്ട് ഫേസ് നിർബന്ധമായിട്ടും അവരെ കൊണ്ട് എഴുതി വെപ്പിക്കണം. അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ റിക്കവർ ചെയ്യാൻ നമുക്കൊന്നും പറ്റില്ല. അപ്പൊ നമ്മളെ ലീഡർ ആകുമ്പോൾ നമ്മൾ ഒരു പുതിയ ജോയിനിങ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യമേ അവരോട് പറയേണ്ടത് ഇതിങ്ങനെയാണ്. ഈ ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ്, ഇതിന് 12 സീക്രട്ട് വേർഡ് ഉണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി വെക്കണം. അത് അവർ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അവിടുന്ന് പോരാൻ പാടുള്ളൂ. അത് ഈ തിരക്കിനിടയിൽ നമ്മൾ ഒരു പുതിയ ഒരാളെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ അവരിതിന് ഇത്ര അറിയില്ല. കാരണം എന്താ വെച്ചാൽ പുതിയ ആളുകൾക്കൊന്നും ഈ ക്രിപ്റ്റോ ട്രേഡിങ് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റോ ഈ വാലറ്റുകളെ പറ്റി, ഡിജിറ്റൽ വാലറ്റിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ അത് നമ്മുടെ ഫുൾ അവയർനെസ് നിർബന്ധമായിട്ടും വേണം. ഒരു ഫണ്ട് നമ്മുടെ താഴെ വരുന്ന ഒരാളെ ഫണ്ട് നമുക്ക് നഷ്ടപ്പെടുത്താനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഈ 12 സീക്രട്ട് ഫേസ് നിർബന്ധമായിട്ടും
അവരെ കൊണ്ട് എഴുതിക്കുക. അല്ല, അതാണ് ഏറ്റവും നല്ലത്. നമ്മളെ കൈ വെച്ച മെക്കിനായിട്ട് ഏറ്റവും നല്ലത് ആ പുതിയ ജോയിനിങ് വരുമ്പോൾ അവരെ കൊണ്ട് എഴുതി വെപ്പിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിന്റെ ഒരു പേരും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മളത് കറക്റ്റായിട്ട് എഴുതുക. പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ എല്ലാവരും പുതിയ ID ജോയിൻ ചെയ്യാനുള്ളത് നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കുക. ഞാൻ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും അത് ഒരു കുറച്ച് നേരം മെനക്കെട്ടിട്ട് നമ്മൾ ID അടിക്കാൻ പഠിക്കൽ നിർബന്ധമാണ്. പുതിയ ട്രസ്റ്റ് അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റ് ജോയിൻ പുതിയത് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ BNB ലോഡ് ചെയ്യാനും USDT ലോഡ് ചെയ്യാനും ഇത് പഠിച്ചെടുത്താൽ നമ്മളെ നേരെ താഴെയുള്ളവർ ഇതേ സിസ്റ്റം പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വർക്ക് വളരെയധികം കുറഞ്ഞു കിട്ടും. ഇപ്പൊ എന്റെ കൂടെ വരുന്നവരൊക്കെ ഞാൻ അതാണ് നിലവിൽ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് അതുകൊണ്ട് എന്താണ് എനിക്ക് വർക്ക് ലോഡ് ഉണ്ടാവില്ല. മറ്റെന്താ ലീഡറെ അല്ലെങ്കിൽ സാറേ ഒന്നും കൂടെ വരൂ, നമുക്ക് ഒന്ന് പുതിയ ജോയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടുത്തേക്ക് പോകേണ്ടി വരും. ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ ഫണ്ട് $USDT കണ്ടെത്തി അവർക്ക് അയച്ചു കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം അവർ ചെയ്യും. ഇതാണ് എല്ലാ ലീഡർമാരും മെയിനായിട്ട് നമ്മളെ കൂടെ വരുന്നത്. ഈ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള, പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ചെയ്യേണ്ടത് ഇത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെ ഈ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ആക്കാനും അതിലൂടെ നമ്മുടെ ID ക്രിയേറ്റ് ചെയ്യാനും നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കുക. അത് മടി പിടിക്കേണ്ട, നമ്മളെ അങ്ങനെ ശീലമാക്കി. ഇതിപ്പോ എന്താ പറയുക, എല്ലാ കാര്യത്തിലും നമ്മൾ ലീഡർമാരെ വിളിക്കുന്ന ഒരു ശീലമായി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ താല്പര്യം ഇഷ്ടപ്പെടില്ല. അപ്പൊ അത് നമ്മളൊരു ഹാർഡ് വർക്ക് എടുത്ത് അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പൊ അത് എല്ലാവരും അതിലേക്കും നമ്മളൊന്ന് ശ്രദ്ധ കൊണ്ടുവരണം. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ എന്നെ കൊണ്ടുവന്ന ടോപ്പ് 8 ആണ് എന്നിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അവരോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം ആ ഒരു ഇതിലാണ് നമ്മളിപ്പോ ഈ ലെവലിൽ എത്തിയിട്ടുള്ളത്. അപ്പോ എന്താ പറയാന്ന് വെച്ചാല്, അന്ന് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തില്ല, അവര് പറഞ്ഞത് നമ്മളെ കൈ വിലക്ക് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു. കാരണം ഈ ഗോൾഡ് മേഖല അത്രയും താഴ്ന്നു പോകുന്നു. നമ്മുടെ പക്ഷേ ഈ ഇൻകം, അതായത് കുറെ പേഴ്സണൽ ലോണും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളും. അപ്പൊ ഇതിന് വലിയൊരു മാറ്റാണ് എന്നിലൂടെ എനിക്ക് കൊണ്ടുവന്നുള്ളത്. അപ്പൊ ഈ ഒരു കൊല്ലം കൊണ്ട് എനിക്ക് വളരെ മാറ്റം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല, അത്ര അധികം ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റി. അപ്പൊ ആരും ഈ തുടക്കത്തിൽ ഇരിക്കുന്നവർ എനിക്ക് ഇൻകം കുറവാണെന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു മാസം ഒരു 2 ലക്ഷം 3 ലക്ഷം റുപ്യ ഏൺ ചെയ്യാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് സാധിക്കും. അത് നമ്മളൊന്ന് ഇറങ്ങണം. അതായത് ഈ പ്രൊജക്ട് കറക്റ്റായിട്ട് ഒന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം മതി. 6 മാസത്തിനുള്ളിൽ വലിയ ഏർണിങ്സ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതിന് തയ്യാറെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ അതിന് തയ്യാറെടുക്കണമെങ്കിൽ നമ്മൾ ഈ പ്രൊജക്റ്റിനെ പറ്റി കൂടുതൽ പഠിക്കണം. നമുക്ക് പറയാൻ അറിയണം. നമുക്ക് ഒരാൾ നമ്മളോട് ചോദിക്കണം എന്താണ് ടെസ്റ്റിന്റെ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ ഗെയിമുകളെ കുറിച്ചും നമ്മുടെ ട്രേഡിങ്ങിനെ കുറിച്ചും അതേമാതിരി ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള ക്രിക്കറ്റ് ടീമിനെ കുറിച്ചൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പൊ അതിന് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അതേമാതിരി നമ്മളെ യൂട്യൂബിലൊക്കെ നമ്മുടെ കുറെ വീഡിയോസ് ഉണ്ട്, നമ്മളെ കെവിൻ സാറ് വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിരന്തരം നമ്മളത് കാണാൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നിരന്തരം അത് കേൾക്കണം. അപ്പോഴേ നമ്മുടെ ഉള്ളിലോട്ട് കയറുള്ളൂ. അപ്പോഴേ നമ്മളെ അടുത്തൊരു 100% ഉണ്ടെങ്കിൽ അതിന് 10% നമുക്ക് പുറത്തേക്ക് വരുള്ളൂ. ഇപ്പൊ പറയുമ്പോ തന്നെ ഇപ്പൊ എനിക്ക് തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ അത് പറയുന്ന സമയത്ത് വന്നോളുന്നില്ല. അപ്പൊ നമ്മളിത് നിരന്തരം പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൂടുതൽ അറിവ് കിട്ടുമ്പോഴേ നമുക്ക് 10% മറ്റുള്ളവർക്ക് പറയാൻ പറ്റും. അപ്പൊ അതില് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ ലീഡർമാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു എന്താ പറയാ, നമ്മളെ ഒരു കറക്റ്റായിട്ട് ഒരു വിഷൻ ഉണ്ടാവണം. ഇനി എന്ത് ചെയ്യണം, ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന വേണം. നമ്മൾ ഇത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് ഞാൻ ഇന്ന ലെവലിൽ എത്തും എന്നുള്ളത്. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോ ഡയമണ്ട് എന്ന പൊസിഷനാണ് ഞാൻ സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. 6 മാസത്തിനുള്ളിൽ ഡയമണ്ടിലേക്ക് എത്തും എന്നുള്ളതാണ് എന്റെ ഒരു വിഷൻ. അത് ഞാൻ എത്തുക ചെയ്യും, അത് ഞാൻ ഉറപ്പ് തരാണ്. 6 മാസത്തിനുള്ളിൽ നമ്മൾ ആ ലെവലിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മിഷൻ, അതായത് ഒരു ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ലെവലിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ എല്ലാവരും നല്ല നല്ല ഗോളുകൾ സെറ്റ് ചെയ്യുക, പിന്നെ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ദിവസം നമ്മൾ എത്ര ആളെ കാണും, അതിൽ എത്ര ആളെ നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ നമ്മൾ എത്ര ആളെ ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 100ന്റെ ഐഡിയയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്റെ കൂടെ വന്നവരൊക്കെ കുറെയൊക്കെ 100ന്റെ ഐഡിയയിൽ വന്നു. ഈ 100ന്റെ ഐഡിയാണ് പിന്നെ 5000, 10000, 20000, 25000 ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ ആരും ചെറുതായിട്ട് കണ്ട 100ന്റെ ഐഡി കൊടുത്തിട്ട് അവരെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക.
അവർക്ക് എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ഇടയ്ക്ക് വിളിക്കുക, നിങ്ങളെ ഇൻകം വരുന്നില്ല, വിഡ്രോ ചെയ്യണോ, വിഡ്രോ ചെയ്ത് പൈസ വേണോ എന്നുള്ളത് നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇത് നമ്മളെ ഇൻവെസ്റ്റ് ചെയ്ത പൈസയായിട്ട് അവരെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് അവർക്ക് മാനസികമായിട്ടൊരു സന്തോഷം വരിക. ഇത് കറക്റ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഒരാളെ ഒരു 100ന്റെ ഐഡിയ ആണെങ്കിലും നമ്മൾ വിട്ടു നിൽക്കാൻ പാടില്ല. 100ന്റെ ഐഡിയ ആകുമ്പോൾ വരും ആഴ്ചയിൽ $3.5 നമുക്ക് അതിന് വിഡ്രോ വരും. ആ ഒരു വിഡ്രോ വരുന്ന പൈസ നമ്മൾ അവരെ കൊണ്ട് വിഡ്രോ ചെയ്യിച്ചിട്ട് അതിന്റെ പൈസ നമ്മൾ ആ ലോൺ നമ്മൾ വാങ്ങിയിട്ട് അതിന്റെ പൈസ അവർക്ക് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അവർ ഇതിൽ ഇത്രയും ഗുണമുണ്ട്, ഇത്രയും നമുക്ക് ഇൻകം വരുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. അങ്ങനെ അവർ മനസ്സിലാവുമ്പോഴാണ് അവർ പിന്നെ അവർ ചിന്തിക്കുക, ഇതിൽ ഈ $100 ഇത്രയും എമൗണ്ട് നമുക്ക് കിട്ടുന്നല്ലോ, എന്തുകൊണ്ട് നമുക്ക് ഒരു 1000 2000 ആക്കിക്കൂടാന്നുള്ളൊരു മാറ്റത്തിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അതായത് നമുക്ക് ഒരു ആഴ്ചയിൽ കിട്ടുന്ന ഇൻകം അവർക്ക് എടുത്ത് കൊടുത്തിട്ട് അവരെ ക്യാഷ് ആയിട്ട് അവരെ കൈ കൊണ്ടുകൊടുക്കുക, അല്ലെങ്കിൽ ജിപേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവരിൽ മാറ്റം ഉണ്ടാകുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ, ഇതിപ്പോ 100 അല്ലേ, അത് ഒരു 10, 200, 300 രൂപ വിട്ടുകളയരുത്. അത് എടുത്തു കൊടുക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവും ഇത് തെറ്റില്ലല്ലോ, ഒരു ആഴ്ചയിൽ 300 കിട്ടുന്നല്ലോ, അപ്പൊ 1000 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആഴ്ചയിൽ 3000 കിട്ടും. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് അവരിലേക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇത് നിർബന്ധമായിട്ടും അവർ കിട്ടുന്ന എമൗണ്ട് നമ്മൾ എടുത്ത് കൊടുത്ത് അതിന്റെ പൈസ കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന ഫോളോ അപ്പ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക, ഞാൻ അങ്ങോട്ട് ചോദിക്കുക പൈസ വേണ്ടേ, പൈസ എടുക്കില്ലേ, നിങ്ങൾക്ക് ഇന്ന് വിഡ്രോ ചെയ്യല്ലേ, എനിക്ക് പൈസ വേണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് അത് കൊടുക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു പോസിറ്റീവാണ്. അങ്ങനെയാണ് എനിക്ക് ഇത്രയും വലിയൊരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള ബിസിനസ്സിലേക്ക് മാറുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു ചെറിയൊരു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ എല്ലാവരും ശ്രദ്ധയിൽ വരുത്തുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. സജീവ് സാറേ, ഈ സെക്ഷൻ വളരെ മനോഹരമായിരുന്നു. ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല നല്ല സെക്ഷൻ ചെയ്യാൻ വേണ്ടി സാർക്ക് വീണ്ടും വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യണം.